വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. കുറേ ആയിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. വീഡിയോ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു വെച്ചാൽ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ഈ ഒരു 2-3 ആഴ്ചയായിട്ട് ഒരുപാട് തിരക്കിലായിപ്പോയി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശിവാൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ഫങ്ഷൻ്റെ വീഡിയോ ആണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. മാർച്ച് 15-ാം തീയതി ആയിരുന്നു നമുക്ക് ഫങ്ഷൻ വന്നത്. പക്ഷേ ഒരുപാട് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിടാനുള്ള സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് ഇപ്പോൾ അതിനൊന്ന് സമയം കിട്ടിയേട്ടോ. അപ്പം ഇനി ബാക്കി ശിവ പറയും. അപ്പോൾ ഇതിൻ്റെ സ്കൂളിൽ നിന്ന് പരിപാടിയാണ്. അപ്പോൾ നല്ല തിരക്കാണ്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനും പോലും നല്ല തിരക്കാണ് കണ്ടോ. അപ്പോൾ ശിവയ്ക്ക് അന്ന് 3 ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 2 ഗ്രൂപ്പ് ഡാൻസും ഒരു സിംഗിൾ ഡാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 6 മണിയാകുമ്പോഴേക്കും ഞാൻ സ്കൂളിലെത്തി. അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ മേക്കപ്പിന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവ ഡ്രസ്സിങ് റൂമിൽ കയറി. ശിവയാണ് പടവട്ടം കറങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ശിവ മേക്കപ്പും ഒക്കെ ചെയ്തിട്ട് ഡാൻസ് ചെയ്യണല്ലേ ശിവ? ഫസ്റ്റ് ടൈം അല്ലേ? അപ്പോൾ അവിടെ ഇവർ മേക്കപ്പിൻ്റെ സമയത്ത് നമ്മൾ ചെമ്പ്രശ്ശേരി ഭാഗത്ത് കുറച്ച് പ്രഗത്ഭരായ കുറച്ച് വ്യക്തിത്വങ്ങൾക്ക് അവിടെ ആദരവ് നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദർശന ടി വിയിലെ റിയാലിറ്റി ഷോയിൽ നമുക്ക് ദർശന ടി വി ഫെയിം നമ്മുടെ റീബുവിന് പിന്നെ ഒരു പ്രസാദ് ചെമ്പ്രശ്ശേരി അങ്ങനെ ഒരുപാട് പേർക്ക് അന്ന് അവിടെ ആദരവ് നൽകിയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫംഗ്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. എനിക്ക് എവിടെയും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അവിടെ മേക്കപ്പ് റൂമിൽ സ്ലൈഡ് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയുമ്പോൾ അവിടേക്ക് ഓടണം, ഇവിടെ ഇത് ഷൂട്ട് ചെയ്യാനും കൂടെ ആകെ മിക്സഡ് ആയിട്ടായിരുന്നു. ഇത് ശിവയുടെ ഫ്രണ്ടാണ്, 1-ാം ക്ലാസ്സിലാണല്ലേ ശിവ? അനാമികയുടെ കൂടെയുള്ള കുട്ടി എത്രാം ക്ലാസ്സിൽ? യമുനയല്ലേ? യമുന 1-ാം ക്ലാസ്സിലാ. അവരുടെ ഒരു പെയർ ഡാൻസ് ഉണ്ട്. അപ്പോൾ അവരതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ കുറേ ഒപ്പന കുട്ടികളൊക്കെ മേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. 1 ടൈം ഒരുപാട് പേരെ അവിടെ മേക്കപ്പ് ചെയ്ത് നിർത്തുന്നുണ്ട് കേട്ടോ. മക്കളിങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒപ്പന കുട്ടികളെ കാണാൻ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളാണ്. അവർ LKG-കാരാണല്ലേ ശിവ ഒപ്പന കളിച്ചത്? ചെറിയ കുഞ്ഞു മക്കളിങ്ങനെ മൊത്തത്തിൽ തട്ടയൊക്കെ ഇട്ട് കാണാൻ നല്ല സുന്ദരി കുട്ടികളായിരുന്നു. ഇവിടെ വേറെ ഒരു ടീം ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് 6:30 ആകുമ്പോഴേക്കും അവരുടെ ഫംഗ്ഷൻ തുടങ്ങും പറഞ്ഞിരുന്നു. അതിന് മുമ്പേ നമ്മുടെ ചെമ്പ്രശ്ശേരി പ്രദേശത്തെ അംഗനവാടി കുട്ടികളുടെ കലോത്സവം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സമ്മേളനവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതും കഴിഞ്ഞിട്ടാണ് ഇവരുടെ പ്രോഗ്രാം വരുന്നത്. എപ്പോഴാണ് എന്താണെന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇതേ ശിവ അവരുടെ ടീമിൻ്റെ മേക്കപ്പൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചർ അവരെ വിളിച്ച് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിനി ഇവരുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ LKG കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാമും കൂടെ കഴിഞ്ഞാൽ 2-3 ഡാൻസ് ഉണ്ട് LKG-യിൽ. അത് കഴിഞ്ഞാൽ ഇവരുടെയാണ്. അപ്പോഴേക്കും ഇവിടെ തിരുവാതിരയുണ്ട് ഇവർക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാക്ടീസും കൂടെ അവർ നടത്തുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ പിന്നെ അതെ അവന്തികയുടെ എന്താ പോയാ മൂക്കുത്തി പോയോ? കണ്ണിൽ വെച്ച് ഒരു പൊട്ടുണ്ടായിരുന്നു, അത് പോയി. അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യമുണ്ടായിരുന്നു. ഇത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ ഒന്ന് രണ്ട് മൂന്ന് മുകിലാരം മുത്തമേകണം ആരാധകരെ ശാന്തരാജി അങ്ങനെ ഇവരുടെ പ്രോഗ്രാമൊക്കെ കഴിയാൻ ഒരുപാട് നേരമായി കേട്ടോ. ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ. അപ്പോഴേക്കത് ഒരുപാട് പേര് പോവുകയും ചെയ്തു. കാരണം മക്കൾക്കുള്ള സമ്മാന വിതരണം അന്ന് തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു. മിക്കവാറും കുട്ടികൾ അവിടെ വെയിറ്റ് ചെയ്ത് ഒരുപാട് പേര് സമ്മാനം അന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് കുട്ടികളൊക്കെ പോയി, കാരണം ഉറക്കം തൂങ്ങിയിരുന്ന ചെറിയ ചെറിയ മക്കളൊക്കെ നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ശിവയൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശിവയുടെ ഡാൻസൊക്കെ നിങ്ങളിതിൽ കണ്ടിട്ടുണ്ടാവും.
ഇനിയെല്ലാം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ട്. അവളുടെ 3 ഡാൻസും സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലിങ്ങനെ എല്ലാം കൂടി മിക്സ്ഡ് ആക്കിയിട്ട് എല്ലാ പ്രോഗ്രാമിൻ്റെയും കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. കുറച്ചെണ്ണമൊക്കെ മിസ്സായിട്ടുണ്ട്. കാരണം അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കാൻ പോകുമ്പോഴൊക്കെ ആയിട്ട് കുറച്ച് പ്രോഗ്രാമുകളൊക്കെ മിസ്സായിട്ടുണ്ട്. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാം ഇതിൽ പകർത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ മക്കൾ ഇത്ര നന്നായിട്ട് ഡാൻസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം ടീച്ചേഴ്സാണ്. അവരെ അത്രയും നന്നായിട്ട് പഠിപ്പിച്ചെടുത്ത ടീച്ചേഴ്സാണ്. പിന്നെ കുറേ പാരൻസും അതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഇവിടെ സഹകരിച്ചിട്ടുണ്ട്. ഇത്രയൊരു ഭംഗിയാവുമെന്ന് ആരും കരുതിയിട്ടില്ല മക്കളുടെ പ്രോഗ്രാം. അത് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇവരുടെ തിരുവാതിരയൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്താവും എന്നുള്ളത്. പക്ഷെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അത് ടീച്ചർമാരുടെയൊക്കെ ഒരു എന്താ പറയുക ക്ഷമയും അതൊക്കെ ഒരുപാടുണ്ട് ഇതിൽ. മക്കളെ ഇങ്ങനെയും പഠിപ്പിച്ചെടുത്തതിന് കേട്ടോ. ടീച്ചർമാരോടൊരു വലിയ നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ അത് ഏകദേശം എല്ലാ മക്കൾക്കും, അവിടെ ഉണ്ടായിരുന്ന എല്ലാ മക്കൾക്കും അവിടുത്തെ PTA-യും നമ്മുടെ ആരെ സ്പോൺസർ ചെയ്ത് മീലൂസ് ഫർണിച്ചറോ പിന്നെ വേറൊരു ടീമും കൂടിയാണ് കേട്ടോ സ്പോൺസർ ചെയ്തേക്കുക. ഞാൻ മറന്നപ്പോൾ കുറേ ദിവസമായില്ലേ. അപ്പോൾ എല്ലാ മക്കൾക്കുള്ള പ്രൈസ് അവർ വാങ്ങി എല്ലാവരും ഒരേ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക്, അതായത് പ്രോഗ്രാമിൻ്റെ അന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് പിറ്റേ ദിവസം എന്തായാലും കൊടുക്കുന്ന അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്തവണത്തെ അപ്പോൾ ആനുവൽ ഡേ ഇത്രയും ഗംഭീരമാക്കി തീർത്തതിന് പാരൻസും ടീച്ചേഴ്സും എല്ലാം ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.